ഹരേ കൃഷ്ണ. മൈ ആസ്ട്രോവിനിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. ജ്യോതിഷപരമായിട്ട് ഏറെ പ്രാധാന്യമുള്ള മാറ്റങ്ങളാണ് ഈ കാലഘട്ടത്തിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. ശനിയുടെ ഗതിമാറ്റങ്ങൾ ജീവിതത്തിൽ അനുകൂലമോ പ്രതികൂലമോ ആയ ഫലങ്ങളാണ് ഉണ്ടാക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മാർച്ച് 13-നാണ് ശനി മീനം രാശിയിൽ അസ്തമിക്കുന്നത്. തുടർന്ന് ഏപ്രിൽ 22 വരെ ശനി മീനത്തിൽ തന്നെ അസ്തമാവസ്ഥയിൽ തുടരുന്നുണ്ട്. ഈ അസ്തമയ കാലയളവിൽ 12 രാശികളിൽ 4 രാശിക്കാർക്ക് പ്രത്യേകിച്ചിട്ട് അനുകൂലമല്ലാത്ത മാറ്റങ്ങളാണ് നേരിടേണ്ടി വരിക. പലതരത്തിലുള്ള അപ്രതീക്ഷിത സാഹചര്യങ്ങളും വെല്ലുവിളികളും ഇവരുടെ ജീവിതത്തിൽ കടന്നു വരാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. പ്രത്യേകിച്ചിട്ട് സാമ്പത്തിക കാര്യങ്ങള്, ആരോഗ്യ പ്രശ്നങ്ങള്, തൊഴിൽ രംഗത്തെ തടസ്സങ്ങൾ എന്നിവ കൂടുതൽ ശക്തമാകും. ഈ സമയം പലരിലും മാനസിക സമ്മർദ്ദവും അതുപോലെ തന്നെ ആശങ്കകളും ഒക്കെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അതിനാൽ തന്നെ വരുന്ന ദിവസങ്ങളിൽ ഓരോ ചുവടും വളരെ കരുതലോടെയും വിവേകത്തോടെയും മുന്നോട്ട് വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. തിടുക്കത്തിലുള്ള തീരുമാനങ്ങളും അനാവശ്യ റിസ്കുകളും ഒക്കെ ഒഴിവാക്കുന്നത് വളരെ നല്ലതാണ്. മേടം രാശി. മേടം രാശിക്കാർക്ക് ശനിയുടെ അസ്തമയകാലം ചില അനുകൂലമല്ലാത്ത സാഹചര്യങ്ങളാണ് സൃഷ്ടിക്കുന്നത്. പ്രത്യേകിച്ചിട്ട് നോക്കുകയാണെങ്കിൽ സാമ്പത്തിക മേഖലയിൽ പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടാനുള്ള ഒരു സാധ്യത കൂടുതലായിട്ട് തന്നെ കാണുന്നുണ്ട്. ആകസ്മികമായിട്ടും ധൃതിയിലും എടുത്ത തീരുമാനങ്ങൾ പിന്നീട് നിങ്ങളെ പ്രശ്നത്തിലേക്ക് നയിക്കുന്നതിനുള്ള ഒരു സാഹചര്യം തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാ കാര്യത്തിലും ഒരു പ്രത്യേക ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട്. ഈ സമയത്ത് പണം കടം കൊടുക്കുന്നതും കടം വാങ്ങുന്നതും ഒക്കെ വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യണം. സാമ്പത്തിക ഇടപാടുകളൊക്കെ ആലോചിച്ച് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ വലിയൊരു കടക്കെണിയിലാവാനുള്ള ഒരു സാഹചര്യവും കാണുന്നുണ്ട്. കൂടാതെ ദേഷ്യവും ആകസ്മിക പ്രതികരണങ്ങളൊക്കെ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ക്ഷമയോടെയും വിവേകത്തോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ ചില പ്രതിസന്ധികൾ മറികടക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ ചില സമ്മർദ്ദങ്ങളും തടസ്സങ്ങളും അനുഭവപ്പെടാനുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട്. പ്രത്യേകിച്ചിട്ട് ആരോഗ്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ അലട്ടാനുള്ളൊരു സാധ്യത കാണുന്നതിനാൽ ശരീര സൂചനകളെ അവഗണിക്കാതെ ആവശ്യമായ ശ്രദ്ധ നൽകേണ്ടത് വളരെ അത്യാവശ്യമാണ്. അടുത്തത് തുലാം രാശിയാണ്. ഈ കാലഘട്ടം സാമ്പത്തികമായിട്ട് ചില നഷ്ടങ്ങളുടെ തുടക്കമാവാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അനാവശ്യ ചിലവുകൾ നിയന്ത്രിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. പ്രത്യേകിച്ചിട്ട് ആഡംബരത്തിനായിട്ട് പണം ചിലവഴിക്കുന്ന പ്രവണത നിങ്ങൾ ഒഴിവാക്കണം. അല്ലാതെ പക്ഷം ഉണ്ടല്ലോ, അത് ഭാവിയിൽ കൂടുതൽ സാമ്പത്തിക സമ്മർദ്ദങ്ങളിലേക്കും വെല്ലുവിളികളിലേക്കും നിങ്ങളെ നയിക്കും. ശനിയുടെ അനുകൂലമല്ലാത്ത ഈ സ്വാധീനം ഉണ്ടല്ലോ ജീവിതത്തിൽ ചില ഗുരുതരമായ പ്രതിസന്ധികൾക്ക് വഴി തുറക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതോടൊപ്പം ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ ചിലപ്പോൾ അലട്ടാനുള്ള ഒരു സാധ്യതയും അതുപോലെ തന്നെ ശരിയായ ശ്രദ്ധയും പരിചരണവും ഒക്കെ കുറച്ചുകൂടി കൂടുതൽ തന്നെ ആവശ്യമാണ്. കൂടാതെ ദേഷ്യവും ആവേശപരമായ പ്രതികരണങ്ങളും നിയന്ത്രിക്കുന്നത് വളരെ എന്താ പറയാ അനിവാര്യമായ ഒരു കാര്യം തന്നെയാണ്. തർക്കങ്ങളിൽ ഏർപ്പെടുന്നതും വാക്കേറ്റങ്ങളിലേക്ക് പോകുന്നതും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നിങ്ങളെ നയിക്കും. അതുകൊണ്ട് സമാധാനപരമായ സമീപനവും ക്ഷമയും ഒക്കെ കൈവരിച്ചാൽ പല ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അടുത്തത് വൃശ്ചികം രാശിയാണ്. വൃശ്ചികം രാശിക്കാർക്ക് ഈ കാലഘട്ടത്തിൽ ഓരോ തീരുമാനവും അതീവ ജാഗ്രതയോടെ എടുക്കേണ്ടതാണ്. മുന്നോട്ടുള്ള ഓരോ ചുവടും ആലോചിച്ചും അതുപോലെ തന്നെ വിവേകത്തോടെയും വേണം മുന്നോട്ട് പോകാനായിട്ട്. സാമ്പത്തിക മേഖലയിൽ ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാനുള്ള സാധ്യതയുള്ളത് കൊണ്ട് തന്നെ ചെലവുകളും ഇടപാടുകളും ഒക്കെ നിയന്ത്രണത്തിലാക്കുന്നത് വളരെ അനിവാര്യമായ ഒരു കാര്യമാണ്. ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതൽ അലട്ടാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്താ പറയാ ശരിയായ പരിചരണവും സമയബന്ധിതമായ ശ്രദ്ധയും നിങ്ങൾ നൽകേണ്ടതുണ്ട്. സാമ്പത്തികമായിട്ട് വിവിധ പ്രതിസന്ധികൾ നേരിടേണ്ടി വരുമെന്ന സൂചനയുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ നിക്ഷേപങ്ങൾ നടത്തുമ്പോൾ ഇരട്ടിയായ ജാഗ്രത തന്നെ പാലിക്കേണ്ടതുണ്ട്. ദേശത്തിന്റെ അധീനതയിലെടുത്ത ഒരു തീരുമാനവും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആത്മനിയന്ത്രണം ഏറെ ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്.
അഹങ്കാരം വിട്ടുവെച്ചിട്ട് വിനയത്തോടെയും സമാധാനത്തോടെയും മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായ ഒരു കാര്യമാണ്. കൂടാതെ മാനസികാരോഗ്യത്തെ അവഗണിക്കാതെ ആവശ്യമായ വിശ്രമവും പിന്തുണയും ഒക്കെ നിങ്ങൾ ഉറപ്പാക്കേണ്ടതുണ്ട്. അവസാനമായിട്ട് മകരം രാശിയാണ്. മകരം രാശിക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഈ കാലയളവിലെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രത്യേക ശ്രദ്ധ തന്നെ നൽകേണ്ടതുണ്ട്. ശാരീരിക അസ്വസ്ഥതകൾ അവഗണിച്ചാൽ അത് കൂടുതൽ ബുദ്ധിമുട്ടുകളിലേക്ക് നിങ്ങളെ നയിക്കും. അച്ചടക്കക്കുറവും നിയന്ത്രണവും ഇല്ലാത്ത പെരുമാറ്റമൊക്കെ ജീവിതത്തിലെ അനാവശ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ദേഷ്യത്തെ നിയന്ത്രിക്കുന്നത് എന്താ പറയുക, മുൻകൈ എടുക്കേണ്ടത് നിങ്ങളുടെ ഒരു ആവശ്യമാണ്. അപ്പോൾ എന്താ പറയുക, ക്ഷമയോടെയും സമാധാനത്തോടെയും കാര്യങ്ങളെ സമീപിച്ചാൽ നിങ്ങൾക്ക് പല പ്രതിസന്ധികളും ഒഴിവാക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക നഷ്ടങ്ങൾ ചിലപ്പോൾ ആശങ്കകളൊക്കെ വർദ്ധിപ്പിക്കാം. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെലവുകൾ, സാമ്പത്തിക തീരുമാനങ്ങളൊക്കെ സൂക്ഷ്മമായിട്ട് കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഈ സമയത്ത് ജീവിതത്തിൽ വരുന്ന ഓരോ മാറ്റവും വ്യക്തമായിട്ട് വിലയിരുത്തിയ ശേഷം മാത്രമേ നടപടികൾ നിങ്ങൾ സ്വീകരിക്കാവൂ. പുതിയ ബിസിനസ് ആരംഭിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കുന്നതാണ് നിങ്ങൾക്ക് ഉചിതം. കാരണം അത് എന്താ പറയുക, അധിക ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കാനുള്ള ഒരു സാഹചര്യമാണ് കാണുന്നത്. ഓരോ തീരുമാനവും ചെറുതല്ലെന്ന ബോധത്തോടെ ആലോചിച്ചിട്ട് മാത്രമേ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പാടുള്ളൂ. ഞാൻ പറഞ്ഞ ഈ 4 രാശിക്കാരും അതിലുൾപ്പെട്ട നക്ഷത്രക്കാരും നിങ്ങളുടെ തടസ്സം മാറാനായിട്ട് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഒരു തേങ്ങ ഉടയ്ക്കുക. ശേഷം ഹനുമാൻ സ്വാമിക്ക് അവൽ നിവേദ്യം കഴിപ്പിക്കുന്നതും ദേവിക്ക് നെയ്വിളക്ക് സമർപ്പിക്കുന്നതിലൂടെ നിങ്ങളുടെ ദോഷപരിഹാരം കുറക്കാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ അധ്യായം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും വേണ്ടിയിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.